തൃശൂർ ചാലക്കുടിയിൽ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി എന്ന വാർത്ത വരുന്നു. തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് തൊഴിലുറപ്പ് ചുമതലക്കാരി താര രവി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ശബ്ദ സന്ദേശം അയച്ചത്. പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഇനി മുതൽ പണിയില്ലെന്നും ഭീഷണിയുണ്ട്. പണിയുണ്ടെന്നും പറഞ്ഞ് ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തുമല്ലോ. പണി ഉണ്ടെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യ്. നിങ്ങൾ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ. നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാനല്ല ഞാൻ വരാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യ്. നിങ്ങൾ ഏത് അടുപ്പിലെങ്കിലും കൊണ്ടുപോയി കുത്ത്. നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല അവര് ഈ ഓടി നടക്കുന്നത്. ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടത്തിനും പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണും പുറത്തുള്ളവർക്കും ഇവർക്കും വേണ്ടി പൊക്കോ. ഈ വേളാപ്പള്ളി കവലേക്ക് ഉള്ളവർക്കും ഈ ക്ലബിന്റെ അവിടെ ഉള്ളവർക്കും വേണ്ടിയിട്ട് നീ ഒരു കൂട്ടം ചെയ്യാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നടന്ന LDF കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് കാണിച്ച് പരിയാരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ താര രവി എന്ന് പറയുന്ന ചുമതലക്കാരി ഒരു സന്ദേശം പങ്കുവെക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം തൊഴിലാളികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇതോടുകൂടി പ്രകോപിതയായ താര ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് പ്രകാരം ഇങ്ങനെയാണ്: ഈ പലരും ഇത് അറിയിച്ചിട്ടും പോയില്ല. ഇവരുടെയൊക്കെ തൊഴിലുറപ്പ് ദിനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സന്ദേശം ഇട്ടാൽ പോലും അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിൽ പങ്കെടുക്കാതിരുന്നത് മോശമായി പോയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞതിനെ തുടർന്നാണ് താൻ ഈ ശബ്ദ സന്ദേശം ഇട്ടത് എന്നുള്ളതുമാണ് താര പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ രൂക്ഷമായ രീതിയിൽ അസഭ്യം പറയുന്നതെല്ലാം തന്നെ ആ ഓഡിയോയിലുണ്ട്. അത് നമുക്ക് കേൾപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഭാഗമൊന്നും തന്നെ നമ്മൾ കേൾപ്പിക്കാതിരുന്നത്. ഈ പഞ്ചായത്ത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോ, പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നിങ്ങൾക്ക് തൊഴിൽ തരുന്നവരാണ്. സ്വാഭാവികമായി അവർ അത് പറയുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താര ഇവരെ അസഭ്യം പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുമായി നമ്മൾ സംസാരിച്ചു. പഞ്ചായത്ത് അധികൃതർ പറയുന്നത് തങ്ങൾ ഈ പരിപാടി നടക്കുന്നതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന തരത്തിൽ ഒരു അറിയിപ്പ് മാത്രമാണ് നൽകിയത്. ആ അറിയിപ്പ് നൽകാനാണ് ഈ താരയോട് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അസഭ്യം പറഞ്ഞതും ഈ വെല്ലുവിളി നടത്തിയതൊന്നും തങ്ങളുടെ അറിവോടുകൂടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തും നിലവിൽ ഈ തൊഴിലുറപ്പ് ചുമതലക്കാരിയായിട്ടുള്ള താരയെ തള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.